ഗുഡ് മോർണിംഗ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. ആ, സ്കൂളൊക്കെ തുറന്ന് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? ഇത്രയും നാൾ നമ്മൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പഠിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ കൊറോണയൊക്കെ മാറി നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചെത്തി. ഇനി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. നമ്മൾ എന്തൊക്കെയാണ് ഓൺലൈനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്? ഒരാൾ പറഞ്ഞേ. മാനേജ്മെൻറ്റിനെ കുറിച്ചല്ലേ? എന്തൊക്കെ പഠിച്ചു മാനേജ്മെൻറ്റിനെ കുറിച്ച്? എന്താണ് മാനേജ്മെൻറ്റ്, അതിൻ്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് ഡിസ്കസ് ചെയ്തു. എല്ലാവരും ഓർക്കുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിനല്ലേ? കാരണം നല്ല രീതിയിൽ ടീച്ചേഴ്സൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഒരാൾ പറഞ്ഞേ, എന്താണ് മാനേജ്മെൻറ്റ്? വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. എല്ലാവരും റെഡിയല്ലേ? വെരി ഗുഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ടീച്ചർ നിങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചു തരട്ടെ. എല്ലാവരും ആ ചിത്രം ശ്രദ്ധിച്ചു നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് എന്താണെന്ന് പറഞ്ഞു തരണം. റെഡിയല്ലേ? കാണാം. ഇതെന്താ? ടൈം ടേബിൾ അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കണ്ടുവരുന്നതാണ്. നമ്മൾ എന്തിനാണ് ഈ ടൈം ടേബിൾ ഉപയോഗിക്കുന്നത്? വെരി ഗുഡ്. അതായത് നമ്മൾ ഒരു ദിവസം രാവിലെ സ്കൂളിലെത്തി വൈകുന്നേരം തിരിച്ചു പോകുന്നത് വരെ നമ്മുടെ സമയം എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് അല്ലെങ്കിൽ ഒരു പ്ലാനാണ് ഈ ടൈം ടേബിൾ. ഈ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ടല്ലേ നമ്മളെ അക്കാദമിക് കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നേ? ശരിയാണ്. ഇതേപോലെ എല്ലാത്തിനും നമ്മൾ ഒരു പ്ലാൻ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ സെൻഡ് ഓഫ് പാർട്ടി കണ്ടക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവില്ലേ? എന്താ? മുൻ വർഷത്തെ കുട്ടികൾ ചെയ്തതിനേക്കാളും മികച്ച രീതിയിൽ നമുക്ക് പാർട്ടി കണ്ടക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കും, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും. ശരിയല്ലേ? ഇതുപോലെ നിങ്ങളൊരു ടൂർ പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് പോവുകയാണോ ചെയ്യുക? അല്ല. എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് ആ ടൂറ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. എപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം, എവിടെയൊക്കെ പോകണം, എപ്പോഴൊക്കെ ഏതൊക്കെ സ്ഥലത്ത് എത്തണം, എപ്പോൾ റിട്ടേൺ ചെയ്യണം, ഇങ്ങനെ A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ നിങ്ങളെല്ലാവരും 10th എക്സാമൊക്കെ എഴുതി നല്ല മാർക്ക് വാങ്ങിയ മിടുക്കന്മാരും മിടുക്കികളാണ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തേ? എക്സാമിന് മുമ്പ് നിങ്ങളൊരു പ്ലാനിങ് ഉണ്ടാക്കിയല്ലേ? അതായത് ഏതൊക്കെ വിഷയമാണ് നമുക്ക് ടഫായിട്ടുള്ളത്, ഏതാണ് ഈസി ആയിട്ടുള്ളത്, അതനുസരിച്ച് ഏതിനാണ് കൂടുതൽ സമയം വേണ്ടത്, ഇനി എത്ര ദിവസം എക്സാമിന് ബാക്കിയുണ്ട്, ഇതൊക്കെ വെച്ച് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിനനുസരിച്ച് പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാനിങ് ഒക്കെ നടത്തിയേ? നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു എയിം ഉണ്ട്. എന്താ അത്? A+ വാങ്ങണം, അല്ലെങ്കിൽ മികച്ച മാർക്ക് വാങ്ങണം. ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മൾ എല്ലാ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും നമ്മൾ ഓരോ പ്ലാനിങ് ഫോളോ ചെയ്യും. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷൻസിനും. എല്ലാ ഓർഗനൈസേഷൻസിനും ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെരി ഗുഡ്, പ്ലാൻ വേണം അല്ലേ? നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ആരാ ഈ പ്ലാനൊക്കെ ഉണ്ടാക്കേണ്ടത്? വെരി ഗുഡ്, മാനേജർ അല്ലേ? ടോപ്പ് ലെവലായിട്ടുള്ള അതോറിറ്റി മാനേജറാണ് ഈ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മാനേജർ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കും, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യേണ്ട പ്ലാനും ഉണ്ടാക്കും. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താ? പ്ലാനിങ്. മനസ്സിലായില്ല എല്ലാവർക്കും? പ്ലാനിങ് ആണ് ഫസ്റ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. It is one of the basic managerial functions.
പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ഇറ്റ്. അതായത് നമ്മൾ മുൻപേ പറഞ്ഞു, എല്ലാ ഓർഗനൈസേഷൻസിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ തയ്യാറാക്കണം നമ്മൾക്ക് ആദ്യം എന്ത് വേണം? നല്ലൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. ആ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്ലാനിങ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ മാനേജ്മെൻറ്റ് ആദ്യം ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും തയ്യാറാക്കുക. പ്ലാനിങ് സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. അതായത് നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത്, ഇനി നമുക്ക് എവിടെ എത്തിച്ചേരണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ എത്തിച്ചേരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ പ്ലാനിങ് സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പ്ലാനിങ്ങിൻ്റെ മീനിങ് നോക്കാം. Planning involves setting objectives and developing appropriate course of action to achieve these objectives. അതായത് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല എല്ലാവർക്കും? അത് പ്ലാനിങ് പറയുമ്പോൾ ആദ്യം ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുക, എന്തൊക്കെ ചെയ്താലാണ് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഇറ്റ് ഇൻവോൾവ്സ് ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ഫ്രം ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ എല്ലാവർക്കും പ്ലാനിങ്ങിനെ കുറിച്ച് മനസ്സിലായില്ലേ? അതായത് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാവരും ഈ 2 ബെഞ്ചായിട്ട് ഗ്രൂപ്പായിട്ട് ഇരിക്കുക. എന്നിട്ട് ടീച്ചർ നിങ്ങൾക്കൊരു 5 മിനിറ്റ് സമയം തരും. ഈ സമയം കൊണ്ട് നിങ്ങൾ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് എഴുതി ഒരാൾ ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യുക. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവരും ഗ്രൂപ്പായിട്ട് ഇരിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിരുന്ന് ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്രസൻറ്റ് ചെയ്തു. എല്ലാവരും നല്ല പോയിൻറ്റ്സാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. Planning provides directions. Planning reduces the risk of uncertainty. Planning reduces overlapping and wasteful activities. Planning facilitates decision making. Planning establishes standard for controlling. അപ്പോൾ ഫസ്റ്റ് വൺ, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. നമ്മൾ പഠിച്ചു പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യേണ്ടത്. സോ വി ക്യാൻ സേ പ്ലാനിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. Second one, planning reduces the risk of uncertainty. പ്ലാനിങ്ങിൽ നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട്
അങ്ങനെയൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും കൂടി നമ്മൾ മുൻകൂട്ടി കാണും. അതിനനുസരിച്ച് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും ഓരോ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൊണ്ടുള്ള റിസ്ക് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ദസ് പ്ലാനിങ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. ദെൻ തേർഡ് വൺ, പ്ലാനിങ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് ആ പ്ലാനിങ്ങിനനുസരിച്ചാണ് നടപ്പിലാക്കുന്നതെങ്കിൽ നമുക്ക് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ബിക്കോസ് നമ്മളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആ പ്ലാൻ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല. എല്ലാം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഒഴിവാക്കി മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. സോ വി ക്യാൻ സേ പ്ലാനിങ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. അതായത് പ്ലാനിങ്ങിൽ നമ്മളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഫ്യൂച്ചറിൽ എന്തെങ്കിലും അൺസർട്ടനായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് വരെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വിക്ക് ഡിസിഷൻ മേക്കിങ്, ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്ലാനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാം മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണമെന്നും നമുക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദിസ് വി ക്യാൻ സേ പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ്. അതായത് നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും. ആ ടാർഗറ്റിൻ്റെ ബേസിൽ ആയിരിക്കും നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെ ഈ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്, ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഗോൾ തമ്മിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ വി ക്യാൻ സേ പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ്. എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ് പ്ലാനിങ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും? ഓക്കെ, ഒരാൾ പറഞ്ഞേ വാട്ട് ഈസ് പ്ലാനിങ്? ഓക്കെ, വെരി ഗുഡ്. പ്ലാനിങ് ഇൻവോൾവ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. ഇനി ഒരാൾ പറഞ്ഞേ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്? വെരി ഗുഡ്. എന്തൊക്കെയാ? Planning provides direction. Planning reduces the risk of uncertainty. Planning reduces overlapping and wasteful activities. Planning facilitates decision making. Planning establishes standard for controlling. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല അല്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരട്ടെ. അപ്പോൾ നാളെ വരുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നോട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. എന്താണ് പ്ലാനിങ്, എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇത് രണ്ടും നാളെ വരുമ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും വരണം. ഓക്കെ, താങ്ക് യു.